സംസ്ഥാനത്ത് ഭരണമാർക്ക് എന്ന് നിശ്ചയിക്കുന്നതിൽ പ്രധാനമാകുന്ന 20 മണ്ഡലങ്ങളിൽ ഒന്ന് കോഴിക്കോട് ജില്ലയിലെ നാദാപുരമാണ്. എന്തുകൊണ്ട് നാദാപുരം എന്ന് ചോദിച്ചാൽ 1967 ശേഷം ഇങ്ങോട്ട് ഒരിക്കൽ പോലും കോൺഗ്രസോ UDF ജയിച്ചു വരാത്ത മണ്ഡലങ്ങളിൽ ഒന്നാണ് നാദാപുരം. തുടർച്ചയായി LDF ആയതിനു ശേഷം LDFന് വേണ്ടി CPI വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലം. സത്യൻ മുഖേരിയെ പോലെ ബിനോയ് വിശ്വത്തെ പോലെയുള്ള നേതാക്കളൊക്കെ വിജയിച്ചു വന്ന മണ്ഡലമാണത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും ആ വിജയം ആവർത്തിച്ചത് EK വിജയൻ എന്ന് പറയുന്ന CPIയുടെ നേതാവാണ്. അദ്ദേഹം ഇത്തവണ മാറി നിൽക്കുന്നു. അഡ്വക്കേറ്റ് വസന്തമാണ് അവിടെ സ്ഥാനാർത്ഥിയായി LDFന് വേണ്ടി മത്സരിക്കുന്നത്. UDF ആകട്ടെ യൂത്ത് കോൺഗ്രസ് നേതാവായ KM അഭിജിത്തിന് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്തിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട KM അഭിജിത്തിനെ നാദാപുരത്ത് മത്സരിപ്പിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, കഴിഞ്ഞ 1-2 വർഷമായിട്ട് നാദാപുരം കേന്ദ്രീകരിച്ചാണ് അഭിജിത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയ്ക്കുള്ള പരിചയം കൂടി മുൻനിർത്തിയാണ് അഭിജിത്തിനെ അവിടെ UDF മത്സരിപ്പിക്കുന്നത്. ഭരണം പിടിക്കണമെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളത് അനിവാര്യമാണ്. അങ്ങനെ നേടാൻ കഴിയുന്ന സീറ്റുകളിൽ ഒന്നായി കോൺഗ്രസ് കരുതുന്ന സീറ്റുകളിൽ ഒന്ന് നാദാപുരമാണ്. കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടായി കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോൺഗ്രസിന് MLA ഇല്ല. ആ ഒരു അതിനൊരു അറുതി വരുത്താൻ കൂടി നാദാപുരം വഴിയൊരുക്കും എന്ന് കോൺഗ്രസ് ഇത്തവണ വിചാരിക്കുന്നുണ്ട്. നാദാപുരം ഒറ്റ നോട്ടത്തിൽ അതൊരു ഇടത് കോട്ടയാണ്. രാഷ്ട്രീയമായി നോക്കിയാൽ അവിടെ ഒരു ഇടതുപക്ഷ ഇതര സ്ഥാനാർത്ഥി കടന്നു കയറുക എന്നത് അസാധ്യമാണെന്ന് തോന്നുന്ന വിധത്തിൽ ചരിത്രത്തിലുടനീളം ഇടതുപക്ഷമാണ് അവിടെ. അതും CPI ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട, എല്ലാ കാലത്തും CPI ആണ് അവിടെ മത്സരിച്ച് വിജയിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു ഈക്വൽ സ്ട്രെങ്ത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിലുള്ള കണക്ക് എന്ന് പറയുന്നത് അതാണ്. ചെക്യാട്, എടച്ചേരി, കാവിലമ്പാറ, കായക്കൊടി, മരുതോങ്കര, നാദാപുരം, നരിപ്പറ്റ, തൂണേരി, വളയം, വാണിമേൽ, ഇതിൽ പഞ്ചായത്ത് തിരിച്ചുള്ള കണക്കെടുത്താൽ LDF, എടച്ചേരി, കായക്കൊടി, മരുതോങ്കര, നരിപ്പറ്റ, വളയം ഈ പഞ്ചായത്തുകൾ LDF ആണ്. അത്ര തന്നെ പഞ്ചായത്തുകൾ ചെക്കിയാട്, കാവിലുംപാറ, നാദാപുരം, തൂണേരി, വാണിമേൽ ഈ പഞ്ചായത്തുകൾ UDF ആണ്. ആകെയുള്ള 10-ൽ 5-5 ഇതാണ് അവിടുത്തെ ഏറ്റവും ഒടുവിൽ UDF പ്രൊജക്റ്റ് ചെയ്യുന്ന അവർക്ക് അനുകൂലമായ ഘടകം. അവർക്ക് അനുകൂലമായ കണക്കെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 4718 വോട്ടിൻ്റെ മണ്ഡലത്തിൽ ലീഡ് UDFനുണ്ട്. ഈ പഞ്ചായത്തുകളുടെ വോട്ട് മൊത്തം കൂട്ടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 4718 വോട്ടിൻ്റെ ലീഡ് UDFന് ഈ നാദാപുരത്തുണ്ട്. അത് അവർക്ക് കൊടുക്കുന്ന ഒരു എനർജി ചെറുതല്ല. കാരണം 967 ശേഷം ഇങ്ങോട്ട് ഒരിക്കൽ പോലും ജയിക്കാത്തൊരു മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന പഞ്ചായത്തുകളുടെ വോട്ടെണ്ണുമ്പോൾ 4718 വോട്ടിൻ്റെ ലീഡുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ ആവേശമല്ല UDFനും കോൺഗ്രസിനും കൊടുക്കുക. അത് വേറൊരു കണക്കൂടെ നമ്മൾ നോക്കണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ EK വിജയൻ വിജയിക്കുന്നത് 4035 വോട്ടിൻ്റെ ലീഡിൽ മാത്രമാണ്. 2.12% മാർജിൻ ഷെയർ മാത്രമേ ഉള്ളൂ. കാരണം അതായത് മൊത്തം വോട്ട് ഇങ്ങനെയാണ്: EK വിജയൻ 83,293, 47.46%. പ്രവീൺ കുമാർ 79,258, 45.16%. MP രാജൻ BJP 10,537, 6% വോട്ട്. ഇതാണ് 2001 കണക്ക്. ഏതാണ്ട് ശതമാനക്കണക്ക് അത് തന്നെയാണ് തൊട്ട് മുമ്പും. ഏറെക്കുറെ വലിയ വ്യത്യാസങ്ങളില്ല. 2016 45.87% EK വിജയൻ, അതായത് 74,742 വോട്ട്. പ്രവീൺ കുമാറിന് 42.95%, 69,983 വോട്ട്. BJPക്ക് 14,493 വോട്ടുണ്ട്. കുറച്ച് കൂടുതൽ വോട്ട് അന്ന് കിട്ടിയിട്ടുണ്ട്. 2016 കുറച്ചധികം വോട്ട്, 8.9% വോട്ട് അന്ന് BJPക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ മാർജിൻ ഈ പറഞ്ഞ പോലെ 2021 4035 ആണെങ്കിൽ 2016 4759. ഇതാണ് വ്യത്യാസം. ഒരു ശക്തമായ മത്സരം നടന്നാൽ സ്വിംഗ് ചെയ്യാവുന്ന അത്രയും ചെറിയ ഭൂരിപക്ഷമേ അവിടെ ഉള്ളൂ. അതിൽ വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് BJPക്ക് വലിയ കാര്യമായ വളർച്ചയൊന്നും സംഭവിച്ചിട്ടില്ലാത്ത മണ്ഡലങ്ങളിൽ ഒന്നാണ് നാദാപുരം. അതായത് UDFും LDFും തമ്മിൽ നേരിട്ടുള്ള മത്സരം മാത്രം. BJP ഒരു ഏറ്റവും മാക്സിമം അവർക്ക് കിട്ടിയിരിക്കുന്ന 8.9% വോട്ടാണ് 2016.
അത് തിരിച്ചു പോവുകയും ചെയ്തു. അത് തിരിച്ചു പോവുകയും ചെയ്തു. അത് 6% 2021 കുറയുകയും ചെയ്തു. 2011 4.14% മാത്രമായിരുന്നു ബി ജെ പി. അത് 16 8.9%. 2021 ആയപ്പോൾ അത് 6% തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ ബി ജെ പിക്ക് വലിയ റോളൊന്നും അവിടെ, എൻ ഡി എക്ക് വലിയ റോളൊന്നും അവിടെ അവകാശപ്പെടാനില്ല. എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഡയറക്റ്റായിട്ടുള്ള മത്സരമാണ്. നമ്മളതിൻ്റെ ഡെമോഗ്രഫി നോക്കുകയാണെങ്കിൽ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്ക് ഏതാണ്ട് തുല്യ റെപ്രസെൻറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഹിന്ദു ഒരുപക്ഷെ കുറച്ച് കൂടുതൽ വോട്ടർമാരുടെ എണ്ണം നോക്കിയാൽ കുറച്ച് കൂടുതൽ ഉണ്ടാവും എന്നുള്ളതാണ്. മത്സരം തുടങ്ങിയതിന് ശേഷം CPIയെ സംബന്ധിച്ച് അവിടെ പരിചിതയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് അവിടെ ഉള്ളത്. ദീർഘകാലമായിട്ട് അവിടെ ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിച്ച മണ്ഡലമാണത്. ഇതൊരു പുതിയ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, പുതിയ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാലും അവരവിടെ വളരെ പരിചിതമായ വ്യക്തിത്വമാണ്. ആ മണ്ഡലത്തിൽ സുപരിചിതയാണ് CPIയുടെ സ്ഥാനാർത്ഥി. ആ നിലയ്ക്കുള്ളൊരു അഡ്വാൻറ്റേജ് അവർക്ക് ഉണ്ട്. പിന്നെ സംഘടനാ സംവിധാനം വളരെ ശക്തമാണ് അവിടെ LDFൻ്റെ. ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഈ പറഞ്ഞ തിരിച്ചടി ഉണ്ടായെങ്കിൽ പോലും സംഘടനാ സംവിധാനം, മെഷീനറി എന്നുള്ള നിലയ്ക്ക് നാദാപുരത്ത് LDFൻ്റെയും CPIയുടെയും CPMൻ്റെയും മെഷീനറി വളരെ സുഭദ്രമാണ്. ഒരു ഇലക്ഷൻ മെക്കാനിസം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. ഇപ്പുറത്ത് അഭിജിത്തിനെ സംബന്ധിച്ച് അഭിജിത്തിൻ്റെ യുവത്വവും പ്രസരിപ്പും ഊർജവും ഒക്കെയാണ് വലിയ തോതിൽ UDFനെ മുന്നോട്ട് നയിക്കുന്നത്. സ്ഥാനാർത്ഥിയിൽ കേന്ദ്രീകരിച്ചാണ് സത്യം പറഞ്ഞാൽ UDFൽ അവിടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. LDFനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയും സംഘടനാ സംവിധാനവും ഒരുപോലെ ഇലക്ഷൻ മെഷീനറിയിൽ. കോഴിക്കോട് ജില്ലയിലെ UDFൻ്റെ പൊതുവായ ക്യാമ്പയിൻ്റെ ഒരു പ്രത്യേകത ഇത്തവണ ഇപ്പോൾ കൊടുവള്ളിയിൽ ഫിറോസ്, കോഴിക്കോട് നോർത്തിൽ ജയന്ത്, സൗത്തിൽ ഫൈസൽ ബാബു, ഫാത്തിമ തഹ്ലിയ കുറ്റ്യാടി, പേരാമ്പ്ര, നാദാപുരത്ത് അഭിജിത്ത്, ഈ വിധത്തിൽ ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയുണ്ട്. ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ക്യാമ്പയിൻ രൂപപ്പെട്ടു വന്നിട്ടുമുണ്ട്. അങ്ങനെ ഒരു ഇളക്കമുണ്ടാക്കാൻ കഴിയും, ഒരു യുവനിരയെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഇളക്കമുണ്ടാക്കാൻ കഴിയും. അക്കൂട്ടത്തിൽ നാദാപുരവും ഇളകും എന്നതാണ് UDFൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്ക് ഒപ്പിച്ച് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് നമ്മൾ ആ വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. വലിയ എനർജി ജനറേറ്റ് ചെയ്യാൻ, ഇപ്പോൾ നമ്മൾ പേരാമ്പ്രയിലൊക്കെ കാണുന്നതിൻ്റെ അത്ര ഇല്ലെങ്കിൽ പോലും അതിനോട് കിടപിടിക്കുന്ന വിധത്തിലുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്യാൻ, മുമ്പില്ലാത്ത വിധത്തിലുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്യാൻ UDFന് അവിടെ സാധിച്ചിട്ടുണ്ട്. പിന്നെ അഭിജിത്ത് കുറച്ച് കാലമായിട്ട് നാദാപുരം ഫോക്കസ് ചെയ്തിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ട്, അതായത് നാദാപുരത്ത് കാൻഡിഡേറ്റ് ആവും എന്ന ഒരു മുൻ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു അഭിജിത്ത് ദീർഘനാളായിട്ട് നാദാപുരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുണ്ടാക്കുന്ന ഒരു ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് കൂടെ ഇത്തവണ UDFനുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, ഇപ്പോൾ DCC പ്രസിഡൻ്റായിരിക്കുന്ന കൊയിലാണ്ടിയിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന പ്രവീൺ കുമാർ കഴിഞ്ഞ 2 തവണ മത്സരിക്കുമ്പോഴും EK വിജയൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാം. ഈ തുടർച്ചയായി രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ 2021 ഏതാണ്ട് LDFൻ്റെ മിക്കവാറും സ്ഥാനാർത്ഥികൾക്ക് മുഴുവൻ വലിയ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ്. ഇപ്പോൾ ഉടുമ്പൻചോലയിലൊക്കെ 38,000 വോട്ടിൻ്റെ മാത്രം വ്യത്യാസത്തിലേക്ക് പ്രവീൺ കുമാർ EK വിജയനെ പിടിച്ചു നിർത്തുന്നത്, അല്ലെങ്കിൽ UDF LDFനെ പിടിച്ചു നിർത്തുന്നത്. ഒരുപക്ഷെ ഒരു തേർഡ് ടൈമിൽ പ്രവീൺ കുമാർ വീണ്ടും മത്സരിച്ചിരുന്നെങ്കിൽ നാദാപുരം ഒരുപക്ഷെ UDFന് ഉറപ്പിക്കാവുന്നൊരു മണ്ഡലമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അഭിജിത്ത് മോശം കാൻഡിഡേറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, മത്സരം മോശമാണ് എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ ആ കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ UDFന് കുറെ കൂടെ ഉറപ്പിക്കാൻ പറ്റുന്നൊരു മണ്ഡലമായിരുന്നു നാദാപുരം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷേ അതിൻ്റെ ഈ ട്രെൻഡ് ഉണ്ടല്ലോ, ഈ ഭൂരിപക്ഷത്തിൽ വന്നിരിക്കുന്ന ട്രെൻഡ്, ഇപ്പോൾ 2011 7,546 വോട്ടിൻ്റെ ഭൂരിപക്ഷം, 2016 4,757 വോട്ടിൻ്റെ ഭൂരിപക്ഷം, 2021 4,035 വോട്ടിൻ്റെ ഭൂരിപക്ഷം, ഇങ്ങനെ ഒരു ഡിക്ലൈനിങ് ട്രെൻഡിലാണ് അവിടെ LDFൻ്റെ ഭൂരിപക്ഷം നിൽക്കുന്നത്. ഇതിനെ മറിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ യുവത്വത്തിൻ്റെ ഒരു തള്ളിക്കയറ്റം ഒരു പക്ഷേ UDFനെ സഹായിക്കാൻ സാധ്യതയുണ്ട് നാദാപുരത്ത്. പക്ഷേ അവരൊരു ട്രഡീഷണൽ LDF വോട്ട് ബാങ്ക് എന്ന് പറയുന്നൊരു സാധനം അവിടെ എപ്പോഴും പേരാമ്പ്രയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞ പോലെ തന്നെ സെക്യുലറായ വളരെ സോളിഡായ ഒരു ഇടത് വോട്ട് ബാങ്ക് എന്നതാണ് നാദാപുരത്തിൻ്റെ ഒക്കെ പ്രത്യേകത. അതുകൊണ്ടാണ് കൺസിസ്റ്റൻസിയാണ്, ഏതാണ്ട് ഒരേ ക്രമത്തിലാണ്. വലിയ സ്വീപ്പ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഉണ്ടാകുമ്പോഴൊക്കെ
ഒരു 10,000-ന് താഴെ ഭൂരിപക്ഷത്തിന് എല്ലാ കാലത്തും CPI സ്ഥാനാർത്ഥി വിജയിച്ച് വരുന്ന ഒരു മണ്ഡലം. ഇതാണ് ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിനെ ഇളക്കാൻ ചെറിയ വോട്ട് മതി, പക്ഷേ വളരെ കൺസിസ്റ്റൻ്റ് ആയ ഒരു വോട്ടാണ് ഇടതുപക്ഷത്തിന് അവിടെ ഉള്ളത്. കൺസിസ്റ്റൻ്റ് ആയ വോട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2001 മണ്ഡലത്തിൻ്റെ ഘടനയിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും വലിയ ചേഞ്ച് നാദാപുരത്തിൽ വന്നിട്ടില്ല. 2001 UDF 99 സീറ്റ് നേടി വലിയ ഇടതുവിരുദ്ധ തരംഗം, സർക്കാർ വിരുദ്ധ തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ പോലും നാദാപുരത്ത് ഒരു ചേഞ്ചും ഉണ്ടായില്ല. നാദാപുരത്ത് അന്ന് ബിനോയ് വിശ്വമാണെന്ന് തോന്നുന്നു ജയിച്ചു വന്നത്. 10,000-ൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നാദാപുരം CPI സ്ഥാനാർത്ഥി അവിടെ നിന്ന് ജയിപ്പിച്ച് വിട്ടിരുന്നു. അപ്പോൾ അത് വെച്ചാൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വോട്ട് ബേസ് അവിടെ LDFനും CPIക്കും CPMനുമായിട്ട് അവിടെ ഉണ്ട്. UDF വിജയിക്കുന്നുണ്ടെങ്കിൽ നാദാപുരം ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങളിൽ അട്ടിമറി UDF പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അട്ടിമറി ഉണ്ടായാൽ മാത്രമേ UDFന് നിയമസഭയിലേക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് UDFൻ്റെ പ്രതീക്ഷ. ആ അട്ടിമറി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ അട്ടിമറിക്ക് അവർ പ്രധാനമായി കാണുന്നൊരു ഘടകം നേരത്തെ ബഷീർ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു യുവനിരയെ അണിനിരത്തിക്കൊണ്ട് കോഴിക്കോട് മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കുക എന്ന് പറയുന്നൊരു പണിയാണ് UDFും കോൺഗ്രസും പ്ലാൻ ചെയ്തത്. അത് ഗ്രൗണ്ടിൽ കുറേയൊക്കെ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വോട്ടായി മാറുമോ എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത്. അവിടുത്തെ ഈ ഡെമോഗ്രഫിയുടെ ഒരു പ്രശ്നം, ലീഗിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്, സംഘടനാശേഷി UDFൻ്റെ സംഘടനാശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലീഗാണ് അത് ഏതാണ്ട് മുഴുവൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. പലപ്പോഴും ഈ പോസ്റ്റ് ഇലക്ഷൻ അനാലിസിസിൽ കോൺഗ്രസ് പറയാറ് ലീഗ് വേണ്ടത്ര രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ ജയിക്കാമായിരുന്നു എന്നുള്ളൊരു അനാലിസിസ് പലപ്പോഴും കോൺഗ്രസ് നടത്താറുമുണ്ട്. ലീഗിൻ്റെ ഒരു ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള എഫേർട്ട് ഇത്തവണ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലീഗ് ഇത്തവണ കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ചും ലീഗ് വളരെ സജീവമായി പതിവിൻ കവിഞ്ഞ വിധത്തിൽ സജീവമായി പ്രചാരണ രംഗത്തുണ്ട് എന്നാണ്. മലബാറിൽ പൊതുവായി തന്നെ ലീഗിൻ്റെ തോളിൽ ഇരുന്നു കൊണ്ടാണ് UDF പ്രചാരണം നടത്തുന്നത്. ലീഗാണ് അതിൻ്റെ അമരത്തിരിക്കുന്നത്. ലീഗ് പ്രവർത്തകർ സാധാരണഗതിയിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചാർജഡാണ്. പക്ഷേ ഇത്തവണ അധികം ഇപ്പോൾ ഒരുപക്ഷെ ഒരു ന്യൂനപക്ഷ പ്രശ്നങ്ങൾ, വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന, ഇത്തരത്തിൽ CPIMന് മേൽ ആരോപിക്കപ്പെട്ട മൃദുഹിന്ദുത്വം തുടങ്ങിയ ഒരു പശ്ചാത്തലമുള്ളത് കൊണ്ടാവണം ലീഗ് അണികൾ വലിയ തോതിൽ ചാർജഡായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തുള്ളത്. അത് നാദാപുരത്തും സ്വാഭാവികമായും ഒരു ചെറിയ അളവ് വരെ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും UDF ഭൂരിപക്ഷത്തിലേക്ക് വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമായിരിക്കും നാദാപുരം എന്ന് നിശ്ചയമായും നമുക്ക് കണക്കാക്കാം. അതേസമയം അത് സംഭവിക്കണമെങ്കിൽ നാദാപുരത്തിൻ്റെ ഒരു വലിയ ചരിത്രത്തെ അട്ടിമറിക്കേണ്ടി വരും UDFന്. അത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് നാദാപുരത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്വഭാവം വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുക. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.